നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് ഉദ്ഘാടന പ്രസംഗം എന്നുള്ളതാണ്. ഉദ്ഘാടന പ്രസംഗത്തെപ്പറ്റി ചില കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞതിന് ശേഷം ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഒരു മാതൃക നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാനും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും തിങ്ക് ആൻഡ് സ്മൈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉദ്ഘാടന പ്രസംഗത്തെപ്പറ്റി ആദ്യമായിട്ട് പറയുവാനുള്ളത്, സാധാരണഗതിയിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് പുറത്തുനിന്നുള്ള ഒരാളായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ വാർഷികമാണെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് പുറമേ നിന്നുള്ള ഒരു സാഹിത്യകാരനോ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലം MLA അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതൊരു രാഷ്ട്രീയ സമ്മേളനമൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ ആ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന ആളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന പല പ്രോഗ്രാമുകളിൽ ഉദ്ഘാടന പ്രസംഗം പുറത്തു നിന്നുള്ള ഒരു വിശിഷ്ട വ്യക്തിയായിരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട പ്രസംഗമാണ്. പലയിടത്തും ഉദ്ഘാടന പ്രസംഗത്തെ അവഗണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഉദ്ഘാടകൻ തന്നെ പ്രസംഗത്തിന് സമയമെടുക്കാതെ ഒന്നോ രണ്ടോ വാക്കിൽ ഉദ്ഘാടനം ചെയ്യുക മാത്രം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട പ്രസംഗം തന്നെയാണ് എന്ന കരുതൽ ഉദ്ഘാടനം ചെയ്യുന്നയാളിന് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉദ്ഘാടന പ്രസംഗകൻ തീർച്ചയായിട്ടും ആ സമ്മേളനത്തിലെ വിഷയം എന്താണോ അതേപ്പറ്റി ചില വാക്കുകൾ സംസാരിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ഒരു സെമിനാറാണ് എന്ന് വിചാരിക്കുക. സ്വാഗത പ്രസംഗം നടത്തുന്നയാൾ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ചില വാക്കുകൾ ഓർപ്പിച്ചിരിക്കുവാൻ സാധ്യതയുണ്ട്. സ്വാഗത പ്രസംഗത്തിനൊക്കെ ശേഷമാണല്ലോ ഉദ്ഘാടന പ്രസംഗം വരുന്നത്. സ്വാഗത പ്രസംഗകൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗകൻ ഒരിക്കലും പറയാതിരിക്കരുത്. അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ഉദ്ഘാടനത്തിലേക്ക് കടക്കുവാനായിട്ട്. ഉദ്ഘാടന പ്രസംഗം ഒരു പ്രധാനപ്പെട്ട പ്രസംഗമാണ് എന്നിരിക്കലും ഒരുപാട് സമയം നീട്ടിക്കൊണ്ടു പോകുന്നത് അരോചകമായി തീരാറുണ്ട്. സാധാരണഗതിയിൽ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെയാണ് ഉദ്ഘാടന പ്രസംഗത്തിന് സമയം അനുവദിച്ച് കിട്ടാറുള്ളത്. പക്ഷേ വലിയ രാഷ്ട്രീയ സമ്മേളനമൊക്കെ ആണെങ്കിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ ഉദ്ഘാടന പ്രസംഗം നീണ്ടുപോകുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം അത് 4-5 മണിക്കൂറോ അല്ലെങ്കിൽ 1-2 ദിവസങ്ങളോ ഒക്കെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളായിരിക്കും. അതിൽ അപാകതയൊന്നുമില്ല. പക്ഷെ ചെറിയ പ്രോഗ്രാമുകളിൽ എപ്പോഴും ഉദ്ഘാടന പ്രസംഗം 10-15 മിനിറ്റിൽ ഒതുക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത്. ഉദ്ഘാടന പ്രസംഗത്തിനകത്ത് അവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രത്യേകമായിട്ട് നമ്മൾ വന്ദനം ചെയ്യണം, ഗ്രീറ്റ് ചെയ്യണം. അത് ഞാൻ എൻ്റെ മാതൃകയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. ഉദ്ഘാടന പ്രസംഗത്തിൽ കവിതകൾ, ചെറിയ കഥകൾ, അതുപോലെ തന്നെ ചില തമാശകൾ, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള ചില അനുഭവങ്ങൾ, അതൊക്കെ പ്രസംഗത്തെ വളരെ മനോഹരമാക്കുന്നത് നേരിട്ട് കാണുവാനും കേൾക്കുവാനും ഇടയായിട്ടുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉദ്ഘാടനമാണ്. ചില ആളുകൾക്ക് വളരെ ആവേശം കയറി ഉദ്ഘാടന പ്രസംഗം കഥയും കവിതയും ഒക്കെ ചേർത്ത് വളരെ മനോഹരമാക്കിയിട്ട് ഞാൻ ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊരു വാക്ക് പറയാതെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രസംഗം അവസാനിപ്പിച്ച് പോയിരുന്നിട്ട് സംഘാടകർ അത് ഉദ്ഘാടനം ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് വന്ന് ഞാൻ ഈ സെമിനാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടന പ്രസംഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞത് ഒക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മാതൃകയിലേക്ക് പോകാം. ഒരു സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം എന്ന നിലയിലാണ് ഈ ഉദ്ഘാടന പ്രസംഗം ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദർഭം ഏതാണോ അതിനനുസരിച്ച് ആ സന്ദർഭത്തെ ഒന്ന് തീർച്ചയായിട്ടും മാറ്റണം. അതുപോലെ ഇവിടെ വിശിഷ്ട അതിഥികളുടെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ സ്ഥാനപ്പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവിടെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ വിശിഷ്ട അതിഥികളുടെ പേര് നിർബന്ധമായിട്ടും ചേർക്കണം. അപ്പോൾ നമുക്ക് പ്രസംഗത്തിലേക്ക് പോകാം. നമ്മുടെ ഈ സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പാൾ, നമ്മെ ഏവരെയും വളരെ ഹൃദ്യമായ വാക്കുകളിൽ സ്വാഗതം ചെയ്ത PTA പ്രസിഡന്റ്, ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള പ്രമുഖ സാഹിത്യകാരനും കഥാകാരനുമായ
നമ്മുടെ പ്രിയപ്പെട്ട സാർ, വേദിയെ അലങ്കരിക്കുന്ന മറ്റ് ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾ, അധ്യാപകർ, അനധ്യാപകർ, രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു സ്കൂള് അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വിദ്യയെ സ്നേഹിക്കുന്ന, നാടിൻ്റെ വളർച്ച ആഗ്രഹിക്കുന്ന, സമൂഹത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഏതൊരാളെയും സംബന്ധിച്ച് വളരെ അഭിമാനകരമായ നിമിഷങ്ങളാണ്. അവിടുത്തെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഒക്കെ സംബന്ധിച്ചതൊരു അഭിമാനകരമായ നിമിഷങ്ങളാണ്. കാരണം ഏതൊരു നാടിൻ്റെയും വെളിച്ചമെന്ന് പറയുന്നത് അവിടെയുള്ള സരസ്വതി ക്ഷേത്രമെന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇന്ന് നിർഭാഗ്യവശാൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലാഭേച്ഛയോടെ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സ്കൂള് വളരെ നിസ്വാർത്ഥമായ സേവനം നടത്തി എന്നതോർക്കുമ്പോഴാണ് നമ്മുടെ അഭിമാനം ഇരട്ടിയാകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സ്കൂള് ഇവിടെ ആരംഭിച്ചത് 1972 50 വർഷങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. വളരെ ചെറിയ ഒരു പ്രൈമറി സ്കൂളായിട്ടാണ് ഇത് ആരംഭിച്ചത്. അന്ന് ഏതാനും ചില അധ്യാപകരും നമ്മുടെ ഈ മേഖലയിൽ നിന്ന് മാത്രമുള്ള ഏതാനും ചില വിദ്യാർത്ഥികളും മാത്രമായിരുന്നു ഈ സ്കൂളിൽ പ്രാരംഭമായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്തെ അധ്യാപകർ, പ്രിൻസിപ്പാൾ, അവരുടെയൊക്കെ കഠിനമായ പ്രയത്നം, ഈ നാട്ടുകാർക്ക് ഈ സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അവരുടെ വിദ്യാർത്ഥികളെ, അവരുടെ മക്കളെയൊക്കെ ഈ സ്കൂളിലേക്ക് അയച്ച് പഠിപ്പിച്ചു. അങ്ങനെ ഈ സ്കൂള് പതുക്കെ പതുക്കെ വളർന്നു. മാറി മാറി വന്ന സർക്കാരുകളുടെ സപ്പോർട്ടും ഈ സ്കൂളിലുണ്ടായിരുന്നു എന്നത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സ്കൂളിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ദേശീയ അവാർഡ് വാങ്ങിച്ച നിരവധി അധ്യാപകർ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പഠിച്ച നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നവരായി മാറിയിട്ടുണ്ട്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും IT പ്രൊഫഷണലുകളും രാഷ്ട്രീയക്കാരും സർക്കാരിൽ നല്ല ഉദ്യോഗം വഹിക്കുന്നവരും ബസ് ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരും പത്രക്കാരും അധ്യാപകരും ഒക്കെയായി മാറിയ വലിയൊരു സമൂഹമാണ് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഓരോ സ്കൂളും ഓരോ നാടുകളിലെയും വഴിവിളക്കുകളാണ്. ഓരോ സ്കൂളും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ GPS-കളാണ്. ഓരോ അധ്യാപകനും ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലെ കറകളെ തേച്ച് കഴുകിക്കളഞ്ഞ് ഏറ്റവും മനോഹരമായത് പുറത്തു കൊണ്ടുവരുന്ന ഏറ്റവും ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തികളാണ്. സ്കൂൾ എന്ന് പറയുന്നത് കേവലം ഒരു കെട്ടിടമല്ല, പല കെട്ടിടങ്ങൾ ചേർന്ന ഒരു കെട്ടിട സമുച്ചയം മാത്രമല്ല അതൊരിക്കലും. ഭാരതീയ സങ്കല്പമനുസരിച്ച് സരസ്വതി ക്ഷേത്രം എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക. കാരണം ഒരു ദേവീ ചൈതന്യം കുടികൊള്ളുന്ന ഇടം പോലെയാണ് നമ്മൾ സ്കൂളുകളെ കരുതിപ്പോകുന്നത്. അത്രയ്ക്ക് ബഹുമാനം നമ്മൾ സ്കൂളുകൾക്കും അവിടുത്തെ അധ്യാപകർക്കും കൊടുത്തു പോന്നിട്ടുണ്ട്. ഈ സ്വാർത്ഥത നിറഞ്ഞൊരു കാലത്തിലേക്ക് നമ്മൾ എത്തിയപ്പോൾ അധ്യാപകരോടുള്ള സ്നേഹമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ബഹുമാനം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സ്കൂളുകൾ പലതും ലാഭമുണ്ടാക്കുവാൻ മാത്രമുള്ള ബിസിനസ് കേന്ദ്രങ്ങളായി അധപ്പതിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ നടുവിലും വെളിച്ചം വിതറിക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ സ്കൂൾ പോലെയുള്ള നിരവധി സ്കൂളുകളുണ്ട് എന്നുള്ളത് ഒരു കേരളീയൻ എന്ന നിലയിൽ എൻ്റെയും അഭിമാനമാണ്. ഞാനും ഇതുപോലെ ഒരു സ്കൂളിൽ പഠിച്ചയാളാണ്. അന്നത്തെ അധ്യാപകരെയൊക്കെ ഇപ്പോഴും വഴിയിൽ കാണുമ്പോൾ നമുക്ക് എന്തൊരു ബഹുമാനമാണ്, എന്തൊരു സ്നേഹമാണ്. കാരണം അറിവിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്ന ആളുകളാണവർ. നമ്മളിന്ന് ലോകത്തെ നന്നായി കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ജോലി നേടുകയോ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിമ്പിൽ നിസ്വാർത്ഥമതികളായ ആ ഗുരുക്കന്മാരുടെ സേവനമായിരുന്നു എന്നതോർത്ത് ഞാൻ ഒരു നിമിഷം അവരുടെ മുൻപിൽ ശിരസ്സ് നമിക്കുകയാണ്.
ഗുരുവിനെ ഈശ്വരന് തുല്യമായി കാണുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഗുരു ഒരിക്കലും ഈശ്വരനല്ല. പക്ഷേ ഈശ്വരൻ അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് അയച്ച വ്യക്തികളാണ്, ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളാണ് ഗുരുക്കന്മാർ. അവരൊത്തുചേരുന്നിടമാണ് ഒരു കലാലയം, ഒരു സ്കൂള്. അങ്ങനെയുള്ളൊരിടത്ത് എത്തിച്ചേരുന്ന ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥി, ഒരു മകൻ, ഒരു മകൾ ജീവിതത്തിൽ പുരോഗതി പ്രാപിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഓരോ കുട്ടിയും മാതാപിതാക്കളോടൊപ്പം 3, 4, 5 വയസ്സ് വരെയൊക്കെയാണ് ജീവിക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്തിലെ സമയത്തിൻ്റെ നല്ലൊരു പങ്കും ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്. പകൽ സമയത്തിൻ്റെ നല്ലൊരു പങ്കും സ്കൂളുകളിലാണ്. നല്ല ശീലങ്ങൾ നമ്മളൊക്കെ പഠിച്ചതും, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിച്ചതും, സ്നേഹിക്കുവാൻ പഠിച്ചതും, സമൂഹത്തിലെ കടപ്പാടുകളെക്കുറിച്ചും കടമകളെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടായതുമൊക്കെ ഈ സ്കൂളുകളിൽ വെച്ചാണ്. ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ച സൗഹൃദങ്ങൾ എത്ര വലിയതാണെന്ന് പിന്നീട് ചില കള്ള സൗഹൃദങ്ങളോട് ചേർന്ന് നടന്നപ്പോഴല്ലേ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായത്. ചില സൗഹൃദങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് സ്കൂളിൽ നമ്മൾ അനുഭവിച്ച സൗഹൃദങ്ങൾ എത്ര വലിയതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത്. ഒരേ സമയം നമ്മുടെ തെറ്റ് തിരുത്തുവാൻ ശ്രേഷ്ഠരായ അധ്യാപകരും നമ്മളോട് കൂട്ടുകൂടി നമ്മുടെ ജീവിതത്തെ വർണ്ണാഭമാക്കുവാൻ കുറേ കൂട്ടുകാരും, ഓടി നടക്കുവാൻ ഒരു ചെറിയ മൈതാനവും, സുരക്ഷിതമായിരിക്കുവാൻ ഒരു ചെറിയ സ്കൂൾ കെട്ടിടവും, ഇതൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. ഞാനിതൊക്കെ പറയുമ്പോഴും ഈ ഭാഗ്യം ലഭിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഞാൻ എൻ്റെ പ്രസംഗം അധിക സമയം നീട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഭാരതത്തിലെ അല്ല ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം.